നമ്മുടെ ഈ കോഫി ബീൻസ് ഉണ്ടല്ലോ, ഈ കോഫി ബീൻസിനൊക്കെ ജീവൻ വെച്ചാലങ്ങനെ ഉണ്ടാവും. അവറ്റകളൊക്കെ കൂടെ ഒരു സിറ്റി റൂൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് മനുഷ്യർ ജീവിക്കുന്ന പോലെ അവരും അവിടെ ജീവിക്കുകയാണ്, എല്ലാ നിയമങ്ങളോട് കൂടിയും. അങ്ങനെ ഒരു ലോകത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ സിനിമ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2008 റിലീസായ കില്ലർ ബീൻ ഫോർ എവർ, അതാണ് ഈ സിനിമയുടെ പേര്. ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ ആനിമേഷൻ സിനിമയാണിത്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പൊതുവെ ഞാൻ ആനിമേഷൻ സിനിമകളൊന്നും അങ്ങനെ കാണാറില്ല. ഇത് ഇപ്പോഴാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സമയം രാത്രിയാണ്. സിറ്റിയിലെ ഒരു വെയർ ഹൗസിൽ ഇപ്പോൾ ഒരു പാർട്ടി നടക്കുകയാണ്. കുറെ ബീൻസ് ചേർന്നിട്ട് നല്ല കിടിലൻ ഡാൻസ് ഒക്കെയാണ് അവിടെ നടത്തുന്നത്. സിറ്റിയിൽ ഒരു ഡ്രഗ് ലോഡ് ഉണ്ട്. കാപ്പുച്ചീനോ എന്നാണ് അയാളുടെ പേര്. അയാളുടെ വെയർ ഹൗസ് ആണിത്. ഇപ്പൊ അവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പുച്ചീനോയുടെ മരുമകനാണ്. അങ്ങനെ അവരവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. മരുമകൻ വേഗം ചെന്നിട്ട് കോൾ എടുക്കുന്നു. ഈ സമയം അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് മറ്റൊരു ബീനാണ്. അവൻ പറയുന്നത്, എന്ത് ഉച്ചത്തിലാണോ നിങ്ങൾ അവിടെ പാട്ട് വെച്ചിരിക്കുന്നത്? എനിക്കിവിടെ കിടന്ന് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. മര്യാദയ്ക്ക് അതിന്റെ സൗണ്ട് കുറച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് പാട്ട് ഓഫാക്കും എന്നാണ് ആ ബീൻ പറയുന്നത്. എന്നാൽ മരുമകനാണെങ്കിൽ അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു കിടിലൻ കാർ അങ്ങോട്ട് വന്നിട്ട് ആ വെയർ ഹൗസിന്റെ അകത്തേക്ക് ഇടിച്ചു കയറുന്നത്. ഈ കാറിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഹീറോ. ഇവനെ വിളിക്കുന്നത് കില്ലർ ബീൻ എന്നാണ്. അങ്ങനെ കാർ സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ കില്ലർ ബീന്റെ ഒരു മാസ് എൻട്രിയാണ്. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലടാ പാട്ട് ഓഫാക്കാൻ, നീ എന്നെ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലേ എന്നാണ് കില്ലർ ബീൻ പറയുന്നത്. എന്നാൽ കില്ലർ ബീന്റെ ആ വരവും ചാട്ടമൊക്കെ കാണുമ്പോൾ മറ്റേ ബീനുകൾക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. ഇവരെല്ലാവരും തോക്കെടുത്തിട്ട് ഇപ്പൊ കില്ലർ ബീനിനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലൻ ഫൈറ്റാണ്. അവിടെ ഇപ്പൊ 12 ബീൻസ് ഉണ്ട്. ഈ കില്ലർ ബീൻ വന്നിട്ട് അതിൽ 11 എണ്ണത്തിനെയും കൊന്നു കളഞ്ഞു. ഇനിയിപ്പം ആ മരുമകൻ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ഉടനെ തന്നെ അവന്റെ അങ്കിളായ കാപ്പുച്ചീനോയുടെ ഒരു മെയിൻ ആളെ വിളിക്കുകയാണ്. അയാളുടെ പേര് വേഗൻ എന്നാണ്. എന്നാൽ അപ്പോഴേക്കും കില്ലർ ബീൻ വന്നിട്ട് അവനൊരൊറ്റ ഇടി കൊടുക്കുകയാണ്. അവനാണെങ്കിൽ താഴേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഈ സമയം മരുമകൻ ചോദിക്കുന്നത്, നീ ആരാണെന്നാണ്. അത് കേൾക്കുമ്പോൾ, ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന ഒരു പാവം ബീനാണ് എന്നാണ് കില്ലർ ബീൻ മറുപടി പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ മരുമകന് ശരിക്കും അത്ഭുതമായി. ഈ പാട്ട് ഓഫാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടം വരെ വന്നത് എന്നാണ് അവൻ വീണ്ടും ചോദിക്കുന്നത്. അതെ, ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞൊന്നും നീ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നോ? നീ പാട്ട് ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് വരുന്നല്ലേ ഞാൻ പറഞ്ഞായിരുന്നത്, അതൊന്നും നീ കേട്ടില്ലേ എന്നാണ് കില്ലർ ബീൻ ചോദിക്കുന്നത്. എന്ത് അഹങ്കാരത്തോടെയാ നീ സംസാരിക്കുന്നത്? നിനക്ക് ഞാൻ ആരാണെന്നറിയോ? എന്റെ അങ്കിൾ ആരാണെന്നറിയോ? നീ കാത്തിരുന്നോ, ഇവിടെ നീ കാണിച്ചു കൂട്ടിയതിനെ ഒക്കെ നീ അനുഭവിക്കാൻ പോവാണ് എന്നാണ് മരുമകൻ മറുപടി പറയുന്നത്. മരുമകന്റെ ആ സംസാരം കേൾക്കുമ്പോൾ കില്ലർ ബീൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആരാണെന്നും നിന്റെ അങ്കിൾ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് കില്ലർ ബീൻ അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇപ്പം അങ്ങോട്ട് പോലീസുകാരെത്തി. അവിടെ ഷൂട്ടൗട്ട് നടന്ന കാര്യങ്ങളൊക്കെ അയൽപ്പക്കത്തുള്ള ബീനുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചായിരുന്നു. ഈ പോലീസുകാരിൽ മെയിൻ ആളുടെ പേര് ഡിറ്റക്റ്റീവ് ക്രോംവെൽ എന്നാണ്. ഇയാൾ കുറേ കാലമായിട്ട് ഈ കപ്പുച്ചീനോനെ പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എന്നാൽ മതിയായ തെളിവുകളൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കപ്പുച്ചീനോനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ വക്കീലന്മാർ വന്നിട്ട് അയാളെ ഇറക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് കിട്ടാൻ കാത്തു നടക്കുകയാണ് ഈ ഡിറ്റക്റ്റീവ്. അങ്ങനെ അവർ ആ വെയർ ഹൗസിന്റെ അകത്തേക്ക് ചെന്നിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. 12 ബീനുകൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പം ഈ ക്രോംവെല്ലിന്റെ കൂടെയുള്ള പോലീസുകാരൻ പറയുന്നത് ഇതൊരു പക്ഷേ വല്ല ഗ്യാങ് വാറും ആയിരിക്കുന്നതാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ, ഇത് ഗ്യാങ് വാർ അല്ല. ഗ്യാങ് വാർ ആയിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് ബീനുകൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഇത് മറ്റാരോ ഒപ്പിച്ച പണിയാണ് എന്നാണ് ക്രോംവെൽ പറയുന്നത്. അങ്ങനെ ആ സെർച്ചിങ്ങിനിടയിലാണ് കുറെ ബുള്ളറ്റിന്റെ ഷെല്ലുകളായി കിട്ടുന്നത്. ആ ഷെല്ലെടുത്ത് നോക്കുമ്പോൾ അത് സ്വർണത്തിന്റെ ഷെല്ലാണ്. മാത്രമല്ല അതിൽ കില്ലർ ബീന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കില്ലർ ബീൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ പുറകിൽ എന്ന കാര്യം ക്രോംവെല്ലിന് മനസ്സിലായി. ഈ സമയത്താണ് പുറത്തുനിന്നൊരു കാറ് വരുന്നത്. ആ കാറിലുണ്ടായിരുന്ന ആള് നോക്കുമ്പോൾ വെയർ ഹൗസിൽ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർ തിരിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട ഉടനെ ക്രോംവെൽ ആ കാറിന്റെ ടയറിന് നേരെ ഷൂട്ട് ചെയ്തിട്ട് ആ ടയറെല്ലാം പഞ്ചറാക്കി. ആ കാറിലുണ്ടായിരുന്നത് ആ കപ്പുച്ചീനോയുടെ വലങ്കൈയായ വേഗനാണ്. ഇപ്പൊ അവിടുത്തെ ട്രാഫിക് റൂള് തെറ്റിച്ചെന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അയാളെ അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല വേഗന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ വേഗം പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എത്ര സമയം ജയിലിൽ വെക്കാൻ പറ്റും? ഞങ്ങളുടെ ലോയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഏറിപ്പോയ 10 മിനിറ്റ്, അതിനുള്ളിൽ ഞാൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരും. പിന്നെ എന്തിനാണ് ഈ അറസ്റ്റ് എന്ന പ്രഹസനമൊക്കെ നടത്തുന്നത് എന്നാണ് വേഗം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇല്ല, നിങ്ങൾ അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പോവാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളുടെ ഈ വെയർ ഹൗസിൽ നടന്ന ഈ അറ്റാക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിന്റെ ബോസിന്റെ പുറകെ ഉള്ളത് ഞാൻ മാത്രമല്ല, വേറെ ആരോ കൂടെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചൊന്നും പറഞ്ഞിട്ട് ക്രോംവെൽ അവിടെ നിന്ന് കിട്ടിയ ബുള്ളറ്റിന്റെ ഷെല്ലെടുത്തിട്ട് വേഗം കൊടുക്കുകയാണ്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ ഏരിയയിൽ മൊത്തം ഇപ്പൊ പോലീസുകാർ വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പത്രക്കാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ചുറ്റുവട്ടത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് കില്ലർ ബീൻ താമസിക്കുന്നത്. രാവിലെ അവിടെ പോലീസുകാരൊക്കെ കൂടിയിരിക്കുന്ന കാണുമ്പോൾ അവന്റെ സ്നൈപ്പർ ഗണ്ണ് വെച്ചിട്ട് അതിലെ സ്കോപ്പിലൂടെ ആ ഏരിയ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കില്ലർ ബീൻ ഒരു കോൾ വരുന്നത്. അവന്റെ ബോസ് ആണ് വിളിച്ചിരിക്കുന്നത്. ബോസ് വല്ലാത്ത ദേഷ്യത്തിലാണ്. നീ എന്താണ് ഇന്നലെ രാത്രി കാണിച്ചു കൂട്ടിയത്? നിന്റെ മിഷൻ എന്താണെന്ന് നിനക്ക് അറിയാലോ. വെറുതെ എന്തിനാണ് ആൾക്കാരുടെ ശ്രദ്ധ നിന്നിലേക്ക് ആകർഷിക്കുന്നത്? നീ നിന്റെ മിഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒന്നാമതേ നമുക്ക് സമയം കുറവാണ്. പിന്നെ നീ ആരുടെ പുറകിലാണ് എന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ പുറകിൽ ആരോ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അയാളുടെ പണി മാത്രം തീർക്ക് എന്ന് പറഞ്ഞിട്ട് ബോസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇനി കാണിക്കുന്നത് മറ്റൊരു ബീനെയാണ്. ഇവന്റെ പേര് ജെറ്റ് ബീൻ എന്നാണ്. ആളൊരു ചൈനക്കാരനാണ്, എന്നാൽ ഭക്ഷണപ്രിയനും. ഇപ്പൊ അവനൊരു റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അവിടുത്തെ വെയിറ്ററും അപ്പുറത്തിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജെറ്റ് ബീൻ ഒരു കോള് വരുന്നത്. ഈ കില്ലർ ബീന്റെ ബോസ് തന്നെയാണ് അവനെ പൊളിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീൻ സിറ്റിയിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, നീ ഉടനെ തന്നെ ബീൻ സിറ്റിയിലേക്ക് വരണം എന്നാണ്. അത് കേൾക്കുമ്പോൾ ബീൻ സിറ്റിയോ? അത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചൂടെ എന്നാണ് ജെറ്റ് ബീൻ ചോദിക്കുന്നത്. അത് പറ്റത്തില്ല, ഈ മിഷൻ നടത്താൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ, അതുകൊണ്ട് നീ ഉടനെ തന്നെ ബീൻ ടൗണിലേക്ക് വരണം എന്നാണ് ബോസ് പറയുന്നത്. ജെറ്റ് ബീൻ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. എന്നാൽ പുള്ളി പോകുന്നതിന് മുമ്പ് ബില്ല് കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ജെറ്റ് ബീൻ അവിടെ നടക്കുന്നത്. എന്നാൽ വെയിറ്റർ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ അവിടുത്തെ ഒരു ഷെഫിനെ വിളിക്കുകയാണ്. ദേടാ, ഒരു ബീൻ പോകുന്ന കണ്ടില്ലേ, നിന്റെ ഭക്ഷണം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് എന്നാണ് ആ വെയിറ്റർ പറയുന്നത്. അത് കേൾക്കുന്ന ആ ഷെഫിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവന്റെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് ജെറ്റ് ബീനെ വെട്ടാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവൻ തൊട്ടടുത്ത് എത്തേണ്ട താമസം ജെറ്റ് ബീൻ അവൻ ഒരൊറ്റ ഇടി കൊടുക്കുന്നു. അതോടുകൂടെ അവൻ തെറിച്ചു പോവുകയും ചെയ്തു. ഈ സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി മുകളിലേക്ക് പോയി. അത് കണ്ട ഉടനെ ജെറ്റ് ബീൻ അത് പിടിച്ചിട്ട് അവിടുത്തെ വെയിറ്ററിന് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അവന്റെ ആ അഭ്യാസമൊക്കെ കാണുമ്പോൾ ആ വെയിറ്ററിനും ശരിക്കും പേടിയായി. ഈ സമയം ജെറ്റ് ബീൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ പൈസ ഞാൻ വന്നിട്ട് തരാന്ന്, വന്നിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് ജെറ്റ് ബീൻ അവിടുന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ഡ്രഗ് ലോഡായ കപ്പുച്ചിനോനെയാണ്. അയാളിപ്പം ഒരു മീറ്റിങ്ങിലാണ്. അയാളുടെ മയക്കുമരുന്ന് കച്ചവടമൊക്കെ ഇപ്പൊ വളരെ മോശമാണ്. ഇപ്പൊ അയാൾക്ക് കിട്ടുന്ന പൈസയൊക്കെ നേർ പകുതിയായിട്ട് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അയാളിപ്പോൾ അയാളുടെ സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ എന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ കപ്പുച്ചിനോയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടി എടുത്ത് ചെന്നിട്ട് അവിടുത്തെ ടേബിളിന്റെ മുകളിലേക്ക് ചാടി കയറാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ ബീൻസിനെ അടിച്ച് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ഈ സമയത്താണ് ആ വേഗൻ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന മുഴുവൻ സ്റ്റാഫുകളും ഇയാളുടെ ഡ്രഗ്സിന്റെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ വേഗനാണെങ്കിൽ ഇയാളുടെ വെപ്പൺസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ വേഗൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ആ വെയർഹൌസിൽ നടന്ന അറ്റാക്കിനെ കുറിച്ചാണ്. അതായത് വെയർഹൌസിൽ ഉണ്ടായിരുന്ന 12 മീനുകളെ ആരോ കൊന്നു, അതിൽ നിങ്ങളുടെ മരുമകനും ഉണ്ട്. വേഗൻ ആ കാര്യം പറയുമ്പോൾ കാപ്പുച്ചിനോയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു. ആരാണിത് ചെയ്തത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അവിടുത്തെ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കില്ലർ ബീൻ എന്ന് പറഞ്ഞൊരു ബീനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൻ എന്നാണ് വേഗം പറയുന്നത്. ഒരാളാണ് ഇതൊക്കെ ചെയ്തത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കത്തില്ല. നമ്മളുടെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ആ ബീനിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് കൊന്നു കളഞ്ഞേക്ക്. ഈ സിറ്റിയിൽ നമുക്ക് ഒരുപാട് വെയർഹൌസുകൾ ഉണ്ടല്ലോ, അവിടുത്തെ സാധനങ്ങൾ മൊത്തം അവിടുന്ന് മാറ്റിയേക്ക്, എന്നിട്ട് അതൊക്കെ നമ്മുടെ മെയിൻ വെയർഹൌസിലേക്ക് വെച്ചേക്ക് എന്നാണ് കപ്പുച്ചിനോ പറയുന്നത്. വേഗനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ക്രോംവെൽ ആണെങ്കിൽ അയാളുടെ ഒരു കൊളീഗായ ഹാരി എന്നൊരു ബീനെ വിളിച്ചിരിക്കുകയാണ്. ഇയാളൊരു ഫോറൻസിക്കിന്റെ ആളും കൂടെയാണ്. ഹാരി ഇപ്പം അയാൾ കൊടുത്ത തെളിവുകളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഹാരി ഇപ്പൊ ക്രോംവെലിന്റെ അടുത്ത് പറയുന്നത്. നിങ്ങൾ എനിക്ക് അയച്ചു തന്ന തെളിവുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ആ വെയർഹൌസിന്റെ അകത്ത് നിന്നും ഒരു ടയറിന്റെ പാട് കണ്ടെത്തിയിട്ടുണ്ട്. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറിൻ്റെതാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതുപോലത്തെ കാറ് വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ആ കാർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ തന്ന ബുള്ളറ്റിന്റെ ഷെല്ലുകൾ, എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ബുള്ളറ്റ് കാണുന്നത്. ഒന്നാമത് ആ ബുള്ളറ്റ് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബുള്ളറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ബുള്ളറ്റിൽ നിന്നും ഈ കില്ലറിന്റെ പേര് കിട്ടിയിട്ടുണ്ടല്ലോ, കില്ലർ ബീൻ. അവന്റെ പേരുള്ള ബുള്ളറ്റ് ഷെൽ ഇട്ടിട്ട് പോകാൻ അവനൊരു മണ്ടനായിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഇത് അവനാണ് ചെയ്തത് എന്ന കാര്യം പോലീസുകാരൻ അവനെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവനൊരു വിജിലാൻറ്റി ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഹാരി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. കില്ലർ ബീൻ ഇപ്പം ആ കപ്പുച്ചിനോന്റെ മറ്റൊരു വെയർഹൌസിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവൻ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടുത്തെ സാധനങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഈ സമയം നോക്കുമ്പോൾ അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഷാഡോ ബീൻ ആണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ ആ പേപ്പർ കയ്യിലെടുക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നും ഒരു സ്നൈപ്പർ ഷൂട്ട് ചെയ്യുന്നത്. അത് ആ വേഗനായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ കില്ലർ ബീൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഇവർ തമ്മിലുള്ള ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ കില്ലർ ബീൻ ആണെങ്കിൽ വേഗന്റെ ആ സ്നൈപ്പറിന്റെ സ്കോപ്പ് തകർത്ത് കളഞ്ഞു. അതിനുശേഷം അവന്റെ തോക്കും തകർത്ത് കളഞ്ഞു. അതോടുകൂടെ വേഗൻ ആ തോക്ക് താഴേക്കിടാണ്. ഈ സമയത്താണ് വേഗൻ കില്ലർ ബീനെ ശരിക്കും കാണുന്നത്. അങ്ങനെ അവനൊന്ന് നോക്കിയതിനു ശേഷം വേഗൻ അവിടുന്ന് പോവുകയും ചെയ്തു.
അങ്ങനെ കില്ലർ ബീൻ ആ വെയർഹൌസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ആ വെയർഹൌസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാർ കാണുന്നത്. ബാറ് കണ്ടു കഴിഞ്ഞാൽ മച്ചാന് കൈ വിറയ്ക്കും. അതുകൊണ്ട് തന്നെ അവൻ ആ കുറുപ്പ് താഴേക്ക് ഇട്ടിട്ട് വേഗം ബാറിലേക്ക് പോവാണ്. അങ്ങനെ അവൻ ബാറിലേക്ക് ചെന്ന് 2 പെഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്രോംവെൽ അങ്ങോട്ട് വരുന്നത്. ക്രോംവെൽ എത്തിയ ഉടനെ തന്നെ ആ വെയർഹൌസ് ആണ് പരിശോധിക്കുന്നത്. അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടന്നതിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബാറിലിരിക്കുന്ന കില്ലർ ബീൻ അവൻ കാണുന്നത്. ഒരുപക്ഷെ അവനായിരിക്കും കില്ലർ ബീൻ എന്ന കാര്യം ക്രോംവെല്ലിന് മനസ്സിലായി. അതിന്റെ ഒന്നാമത്തെ കാരണം അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കില്ലർ ബീന്റെ കാറും അയാൾ കാണുന്നുണ്ട്. അത് നല്ല കോസ്റ്റ്ലി കാറാണല്ലോ. അങ്ങനെ അയാൾ വേഗം തന്നെ ആ ബാറിനകത്തേക്ക് കയറാണ്. അങ്ങനെ ക്രോംവെൽ ഇപ്പം കില്ലർ ബീൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എനിക്കറിയാം നീ ആരാണെന്ന്, നിന്റെ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നീ ആ കപ്പിച്ചിനോന്റെ പുറകിലല്ലേ. പക്ഷെ ഞാൻ നീയുമായിട്ട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല. കാരണം ഞാനും കപ്പിച്ചിനോന്റെ പുറകിലാണ്. നമുക്ക് ഒരുമിച്ച് ഈ കാര്യത്തിൽ സഹകരിച്ചൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ കില്ലർ ബീൻ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, വേറെ ആരെയോ നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത് എന്നാണ് കില്ലർ ബീൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ക്രോംവെൽ അയാളുടെ തോക്കെടുത്തു. അത് കണ്ട ഉടനെ കില്ലർ ബീനും എടുത്തു. അങ്ങനെ അവർ 2 പേരും തോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ബാർമാൻ ഒരു തോക്കുമായിട്ട് വരുന്നത്. ഇതും കൂടെ കാണുമ്പോൾ ക്രോംവെൽ ഒന്ന് അടങ്ങി. ഓക്കെ ഞാൻ ഇനി ഒന്നിനുമില്ല, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ ക്രോംവെൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ താഴെ വീണ് കിടക്കുന്ന സ്ലിപ്പ് അയക്ക് കിട്ടുന്നത്. ആ ഷാഡോ ബീൻ എഴുതിയത്. അയാൾ അത് എടുത്തു നോക്കുമ്പോഴേക്കും കില്ലർ ബീൻ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അയാൾ അവന് നേരെ തോക്കി കൊണ്ടിട്ട് ആ സ്ലിപ്പിലെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആരാണ് ഈ ഷാഡോ ബീൻ? അപ്പൊ നീ ഒറ്റയ്ക്കല്ല ഇങ്ങോട്ട് വന്നത്, നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ക്രോംവെൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഷാഡോ ബീൻ ആരാണെന്നൊന്നും അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരം പറയാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കില്ലർ ബീൻ അയാളെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അവനെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കില്ലർ ബീൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ക്രോംവെൽ നേരെ വിളിക്കുന്നത് ആ ഹാരിനെയാണ്. എന്നിട്ട് ഈ ഷാഡോ ബീനെ കുറിച്ച് അറിയാമോ എന്നാണ് അയാൾ ഹാരിയുടെ അടുത്ത് ചോദിക്കുന്നത്. ഷാഡോ ബീൻ എന്ന പേര് കേൾക്കുമ്പോൾ ഹാരിക്ക് ഒരു ഞെട്ടലായിരുന്നു. ഇതൊരു സംഘടനയുടെ പേരാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറെ ബീനുകളാണ് ആ സംഘടനയിലുള്ളത്. നമ്മളിപ്പോൾ ഈ അന്വേഷിക്കുന്ന കില്ലർ ബീൻ ഷാഡോ ബീനിൽ പെട്ടാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ അത്ര ഈസി ആയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ ഷാഡോ ബീനൊക്കെ പൂട്ടിപ്പോയി എന്നാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പേര് വീണ്ടും പൊട്ടിമുളച്ച് വന്നത് എന്നാണ് ഹാരി ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷേ ഈ ഷാഡോ ബീൻസിന് കപ്പിച്ചിനോയുമായിട്ട് എന്താണ് ബന്ധം? എന്തിനാണ് അവരയാളെ പിടിക്കാൻ നടക്കുന്നത് എന്നാണ് ക്രോംവെൽ ചോദിക്കുന്നത്. അതെനിക്കറിയത്തില്ല. ഈ ഷാഡോ ബീൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഏജൻസിയാണ്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ അത് നിർത്തിയതാണ്. ഇതല്ലാതെ ഈ ഷാഡോ ബീൻസിനെ കുറിച്ച് എനിക്ക് വേറൊന്നും അറിയത്തില്ല എന്നാണ് ഹാരി പറയുന്നത്. ഇതേ സമയം തന്നെ കില്ലർ ബീൻ നേരെ പോയിരിക്കുന്നത് ആ കപ്പിച്ചിനോന്റെ മെയിൻ ആയിട്ടുള്ള വെയർഹൌസിലേക്കാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ റൂഫ് വഴി താഴേക്ക് ചാടി. അതിനുശേഷം അവിടെ നിൽക്കുന്നവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ഒരു ബീൻ ഇപ്പൊ നേരെ വേഗനെ വിളിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ കുറെ ബീൻസിനെയും കൂടെ അങ്ങോട്ട് അയക്കണം എന്നാണ് അത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്ക്, ഞാൻ ഇപ്പോൾ ആൾക്കാരെയും കൂട്ടി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗൻ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ടാങ്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ആ വെയർഹൌസിന്റെ അകത്തേക്ക് ഇടിച്ചു കയറി. അതിനകത്തും കുറെ ബീൻസ് ആയിരുന്നു. അങ്ങനെ കില്ലർ ബീൻ ഉടനെ തന്നെ ആ ബീൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ബീൻസിനെ മൊത്തം കൊന്നു കളയുമ്പോഴാണ് ആ വേഗനും ടീം അങ്ങോട്ട് വരുന്നത്. ഇവർ 4 ബൈക്കുകളിലായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ കില്ലർ ബീൻ ഇങ്ങനെ ഓരോ ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനം വേഗൻ മാത്രമേ ഉള്ളൂ. വേഗൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്കിൽ നിന്ന് ചാടി ആ ബൈക്ക് മാത്രം കില്ലർ ബീനെ നേർക്ക് വിടുകയാണ്. എന്നിട്ട് ആ ബൈക്കിന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് പൊട്ടിത്തെറിച്ചിട്ട് ബീൻ അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ വേഗൻ കില്ലർ ബീനെ ലോക്ക് ചെയ്തു. കുറച്ച് സമയം കഴിയുമ്പോൾ ആ കപ്പിച്ചിനോ അങ്ങോട്ട് എത്തി. അയാൾ ഇപ്പൊ കില്ലർ ബീനെ ചോദ്യം ചെയ്യാണ്. ശരിക്കും അയാൾ അവനെ ഉപദ്രവിക്കുന്നുണ്ട്. അയാൾ ചോദിക്കുന്നത് നീ ആരാണ്, എന്തിനാണ് നീ എന്റെ പുറകെ വരുന്നത്, ആരാണ് നിന്നെ അങ്ങോട്ട് അയച്ചതെന്നാണ്. എന്നാൽ അയാൾ എത്ര ചോദിച്ചിട്ടും കില്ലർ ബീൻ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. അത് കാണുമ്പോൾ ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് കാര്യമൊന്നുമില്ല, ഇവനെ കൊന്നു കളഞ്ഞേക്കെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അയാൾ ആ ഓർഡർ കേട്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു ബീൻ കില്ലർ ബീന്റെ തന്നെ തോക്കെടുത്തിന് അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ വെടി പൊട്ടിക്കേണ്ട താമസം കില്ലർ ബീൻ ആ ചെയറിൽ നിന്ന് പുറകിലേക്ക് പോവാണ്. അതോടുകൂടെ ആ വെടിയുണ്ട അവന്റെ ലോക്കിലാണ് കൊള്ളുന്നത്. അങ്ങനെ അവൻ അതിൽ നിന്ന് റിലീസായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ തോക്കെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബീൻസിനെ മൊത്തം കൊന്നുകളയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ആ വേഗനും കപ്പിച്ചിനോയും മാത്രമാണ്. ഈ സമയത്താണ് കില്ലർ ബീൻ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന കാര്യം പറയുന്നത്. ഞാൻ ഒരിക്കലും കപ്പിച്ചിനോനെ അന്വേഷിച്ചു വന്നതല്ല, എനിക്ക് വേണ്ടത് ഈ വേഗനെയാണ്. ഇവനെ കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇതിനകത്ത് പെട്ടുപോയതാണ്, അതുകൊണ്ട് ചാവണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് കില്ലർ ബീൻ കപ്പിച്ചിനോന്റെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോൾ ഓ അപ്പൊ നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ, എങ്കിൽ ശരി, എന്നാ പിന്നെ ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കപ്പിച്ചിനോ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം അയാൾ അവിടെ നിന്നു. എന്നിട്ട് വേഗന്റെ അടുത്ത് പറയുന്നത് എന്തായാലും നിന്റെ കാര്യം തീരുമാനമായല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് കപ്പിച്ചിനോ പറയുന്നത്. എന്നാൽ അയാളത് പറഞ്ഞു തീരുമ്പോഴേക്കും വേഗൻ അവന്റെ തോക്കെടുത്തിട്ട് ആ കപ്പിച്ചിനോനെ വെടിവെച്ചു കൊല്ലാണ്.
ഇതെല്ലാം അവിടുത്തെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന് മുകളിൽ നിന്നിട്ട് ആ ക്രോംവെല്ലും കാണുന്നുണ്ട്. അയാൾ പ്രതീക്ഷിച്ച പോലെയല്ല അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഞെട്ടലായിരുന്നു. അപ്പൊ കില്ലർ ബീന്റെ ഉദ്ദേശം അറിഞ്ഞപ്പം വേഗൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഓ, അപ്പൊ ഇപ്രാവശ്യം എന്നെ കൊല്ലാൻ വേണ്ടി അവന്മാർ അയച്ചിരിക്കുന്നത് കൊള്ളാവുന്ന ഒരുത്തരാണല്ലോ. നോക്ക് കില്ലർ ബീൻ, നമുക്ക് രണ്ടുപേർക്കും നമ്മളറിയാം, നമ്മൾ രണ്ടാൾക്കാരും ആ ഷാഡോ ബീനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എല്ലാവരും നമ്മൾ എന്തിനാണ് ഈ ഷാഡോ ബീൻസ് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തത്? ഇവിടുത്തെ കുറ്റകൃത്യങ്ങളിലൊക്കെ ഒരു കുറവ് വരുത്താൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജൻസി തുടങ്ങിയത്. പക്ഷേ ഈ ഷാഡോ ബീനിലുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവർ ഇല്ലീഗലായിട്ട് കുറെ കാശ് മേടിച്ചിട്ട് വേറെ ആൾക്കാരെ സഹായിക്കുന്നു. അതിനുവേണ്ടി നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. ആ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് പിന്നെ ഈ ഷാഡോ ബീൻസിൽ വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച മുഴുവൻ തെളിവുകളും ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി. ഇപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവന്മാർ എന്നെ കൊല്ലാൻ ആളെ അയച്ചിരിക്കുന്നത്. എന്നെ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷാഡോ ബീൻസിനെ നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു കാട്ടും എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് നിന്നിപ്പം അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പക്ഷെ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തീരുന്നാണോ നിന്റെ വിചാരം? ഇപ്പൊ നീ എന്നെ കണ്ടുമുട്ടിയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നീയും അറിഞ്ഞു. അത് നിനക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടനെ നിന്നെ കൊല്ലാനും ആൾക്കാരയക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എങ്ങനെയെങ്കിലും ഈ ഏജൻസിയിൽ നിന്ന് നീ ഒഴിവാവാൻ നോക്ക്. ഒരിക്കലും അത് നിന്റെ ജീവന് നല്ലതായിരിക്കത്തില്ല എന്നാണ് വേഗൻ പറയുന്നത്. യഥാർത്ഥത്തില് ഈ വേഗൻ നല്ലൊരാളാണ്. ഇവന്റെ ശരിക്കു പേര് ഡാർക്ക് ബീൻ എന്നാണ്. എന്നാൽ വേഗൻ അങ്ങനെയൊക്കെ പറയുമ്പം കില്ലർ ബീൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാണ് എന്നാണ് കില്ലർ ബീൻ വിചാരിച്ചിരിക്കുന്നത്. എന്തു പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ വേഗൻ അവന്റെ കയ്യിലുള്ള തോക്ക് ഉയർത്തുകയാണ്. എന്നാൽ ആ സെക്കൻഡ് കൊണ്ട് തന്നെ കില്ലർ ബീൻ അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. മരിക്കാൻ നേരത്തെ വേഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആദ്യം ഞാനായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത്, പക്ഷെ ഞാനത് ചെയ്തില്ല. നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ എന്നേ മരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വേഗൻ കണ്ണുകൾ അടയ്ക്കുകയാണ്. അവൻ മരിക്കാൻ നേരത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ കില്ലർ ബീൻ എന്തൊക്കെയോ സംശയം വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവൻ വേഗനെ കൊന്ന കാര്യം ബോസിനെ അറിയിക്കാൻ വേണ്ടി അവന് ഫോൺ എടുത്തു. എന്നാൽ ഇപ്പോൾ അവൻ നോക്കുമ്പോൾ ആ ഫോൺ ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും വേഗം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ഇതേ സമയം തന്നെ ഈ ഷാഡോ ബീനിലെ മെയിൻ ആളിപ്പം ആ ജെറ്റ് ബീനെയാണ് വിളിച്ചിരിക്കുന്നത്. കില്ലർ ബീനെ കൊല്ലാനുള്ള കൊട്ടേഷൻ അയാളിപ്പോൾ ജെറ്റ് ബീനാണ് കൊടുക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ വെയർഹൌസിലേക്ക് ക്രോംവെല്ലും പോലീസുകാരെത്തി. അത് കാണുമ്പോൾ ഇനി എന്തിനാണ് നിങ്ങൾ എന്റെ പുറകെ വരുന്നത്? നിങ്ങൾക്ക് ക്യാപ്പിച്ചിനോനല്ലേ വേണ്ടത്? അയാളത് അവിടെ മരിച്ചു കിടക്കുന്നു. ഞാനല്ല ഇയാളെ കൊന്നത്. ഇനി എന്നെ നിങ്ങൾ വിട്ടേക്ക് എന്നാണ് കില്ലർ ബീൻ പറയുന്നത്. അത് കേൾക്കുന്ന ക്രോംവെല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിന്നെ വിടാനൊന്നും പറ്റത്തില്ല. നിന്നിലൂടെ ഞങ്ങൾക്ക് ആ ഷാഡോ ബീൻസിന്റെ ബാക്കിയുള്ളവരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീയും ഞങ്ങളോട് സഹകരിക്കണം. ഇതിനോടകം തന്നെ ആ ഷാഡോ ബീനിലെ ആൾക്കാർ നിന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നീ പുറത്തിറങ്ങി നടക്കുന്നതും സേഫ് അല്ല. നിനക്കിപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ് എന്നാണ് ക്രോംവെല് പറയുന്നത്. ക്രോംവെൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന കാര്യം ബീനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനും ക്രോംവെലിന്റെ കൂടെ പോവാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ക്രോംവെൽ അവനൊരു സെല്ലിലാക്കി. എന്നിട്ട് നമുക്ക് നാളെ സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ കുറച്ച് പോലീസുകാർ ആ വെയർഹൌസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ജെറ്റ് ബീൻ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് കില്ലർ ബീൻ എവിടെ നിന്നാണ്. അവനെ ഞങ്ങൾ പിടിച്ചല്ലോ, അവനിപ്പോൾ സ്റ്റേഷനിലുണ്ട് എന്നാണ് ഒരു പോലീസുകാരൻ പറയുന്നത്. ഇപ്പൊ ജെറ്റ് ബീൻ ചിന്തിച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് പോയാലേ അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അതിനാകെ ഒരൊറ്റ വഴിയാണുള്ളത്. അതിനുവേണ്ടി അവനൊരു പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പോലീസുകാരനെ ഇടിച്ച കേസിൽ മറ്റേ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ സ്റ്റേഷനിലെത്തി കാറിൽ നിന്ന് ഇറക്കുമ്പം ജെറ്റ് ബീന്റെ സ്വഭാവം മാറി. ഇവൻ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഷാഡോ ബീനാണ്. അവൻ ഒറ്റ വലിക്ക് തന്നെ അവന്റെ കയ്യിൽ വിലങ്ങൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെയുള്ള പോലീസുകാരൊക്കെ ഇടിക്കാൻ തുടങ്ങി. ഇതേ സമയം സെല്ലിനകത്തു നിന്നും പുറത്ത് നടക്കുന്ന ഷൂട്ട് ഔട്ടിന്റെ ശബ്ദമൊക്കെ കില്ലർ ബീനും കേൾക്കുന്നുണ്ട്. അത് തനിക്കുള്ളൊരു പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ പുറത്തുള്ള മുഴുവൻ പോലീസുകാരെയും കൊന്നു കളഞ്ഞിട്ട് ആ ജെറ്റ് ബീൻ ഇപ്പം കില്ലർ ബീനുള്ള സെല്ലിലേക്ക് വന്നു. എന്നിട്ട് ആ സെല്ലിന്റെ വാതിലൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറാണ്. അങ്ങനെ കില്ലർ ബീനും ജെറ്റ് ബീനും തമ്മിലുള്ള ഒരു കിടിലൻ ഫൈറ്റാണ് നടക്കുന്നത്. എന്ത് കാണിച്ചിട്ടും കില്ലർ ബീനിന് അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് കില്ലർ ബീനിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് അവൻ മുകളിലേക്ക് ഇടാണ്. അതിനുശേഷം ജെറ്റ് ബീന് നേരെ തുരുതുര ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കില്ലർ ബീൻ ഷൂട്ട് ചെയ്യുന്നൊക്കെ ജെറ്റ് ബീൻ ഇങ്ങനെ തട്ടി മാറ്റാണ്. അങ്ങനെ അവന്റെ ആ ശ്രദ്ധ മാറിയ സമയത്ത് കില്ലർ ബീൻ നേരത്തെ മുകളിലേക്ക് ഇട്ട ബുള്ളറ്റിനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ അതിനകത്തുള്ള ഉണ്ട നേരെ ജെറ്റ് ബീന്റെ വയറിനകത്തേക്ക് തുളച്ചു കയറുന്നു. അങ്ങനെ ജെറ്റ് ബീൻ മരിച്ചു വീഴാണ്. അങ്ങനെ ജെറ്റ് ബീന്റെ ഫോൺ എടുത്തിട്ടാണ് അവൻ ആ സെല്ലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്താണ് ആ ഷാഡോ ബീനിലെ ആൾക്കാർ വിളിക്കുന്നത്. എന്തായി ജെറ്റ് ബീൻ, നിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇത് കില്ലർ ബീനാണ് സംസാരിക്കുന്നത്. ജെറ്റ് ബീൻ മരിച്ചു. കില്ലർ ബീനോ? അതെ, കില്ലർ ബീൻ തന്നെ. ഷാഡോ ഏജൻസിയെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഷാഡോ ബീനിലൊരു മെമ്പർ അല്ല. പക്ഷെ ഞാൻ എന്തായാലും നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് വെറും ഒരു സംസാരത്തിന് മാത്രമായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കില്ലർ ബീൻ ഫോൺ കട്ട് ചെയ്യുകയാണ്.
അങ്ങനെ അവൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പോലീസുകാരുടെ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. കില്ലർ ബീൻ അതിന്റെ ഡോർ തുറക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ആയുധങ്ങളാണ്. അങ്ങനെ അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൻ ആ വണ്ടി എടുത്തിട്ട് നേരെ ഷാഡോ ഏജൻസിയിലേക്ക് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കിടിലൻ സിനിമയല്ലേ? എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയറിയാൻ മറക്കരുതേ. പിന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.